കരണ്ടില്ലേ, തേങ്ങയില്ലേ, ഈ കഷ്ണങ്ങളുണ്ടോ? നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. നമുക്കതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: തക്കാളി വേണം, ചുവന്നുള്ളി വേണം. ഈ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം കേട്ടോ. സവാള ചേർക്കുന്നതിലും രുചി നമുക്ക് ചുവന്നുള്ളി ചേർക്കുമ്പോഴാട്ടോ. പിന്നെ വെണ്ടയ്ക്ക വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. കറിവേപ്പില പിന്നെ നമ്മ ഒഴിവാക്കില്ല കേട്ടോ. അത് കറിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വാരിക്കോരി വിതറുന്നൊരു സംഭവമാണ് കറിവേപ്പില. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ വേണം. അതിപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പൊടികൾ ഇടണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തക്കാളി, ഉള്ളി, വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി നിങ്ങൾ എപ്പോഴും അരിയുമ്പോൾ ഒന്ന് തൊലി ചെത്തിയിട്ട് അരിയുകയാണെങ്കിൽ നല്ലതാട്ടോ. ഞാൻ എപ്പം തക്കാളി എടുക്കുമ്പോൾ ഞാൻ തൊലി ചെത്തിയിട്ടാട്ടോ ഞാൻ അരിയണത്. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചുവന്നുള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. നന്നായിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. വെണ്ടയ്ക്കയൊക്കെ വാടി നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയും ഉള്ളിയും ഒക്കെ നന്നായി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ ഇത് വേവട്ടെ. ഇതൊന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ 2-3 തവണയൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. തക്കാളി ഇട്ട ശേഷം അടുപ്പ് തുറന്നിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയുടെയൊക്കെ അളവ് നിങ്ങളെടുക്കുന്ന വെണ്ടയ്ക്ക തക്കാളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കൃത്യമായിട്ട് അളവ് പറയുന്നില്ല. ഞാനെടുത്ത സാധനങ്ങൾക്ക് ആവശ്യമായ പൊടികളാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇളക്കിയെടുക്കട്ടെ. നമ്മുടെ കറിയുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ. ഇതേ പുളി വെള്ളം. പക്ഷെ പുളിവെള്ളം ഊറ്റുമ്പോൾ നിങ്ങളുടെ തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ പുളി ഊറ്റി കൊടുക്കാൻ. എത്ര ആവശ്യത്തിനുള്ള ഞാൻ പുളി ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിതൊന്ന് പുളി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ചാറ് വേണം, കൊഴുപ്പ് വേണം, അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. നന്നായി ഒന്ന് തിളക്കട്ടെ. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ ആദ്യം ഉപ്പിട്ടായിരുന്നു, ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പോൾ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പുളിയുണ്ട്, നമ്മുടെ പാകത്തിന് എരിവുണ്ട്, എല്ലാം കൊണ്ടും നല്ല ചോറിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.